ഇന്നലെ കോഴിക്കോട് നിന്ന് എറണാകുളം എത്താൻ നല്ല ലേറ്റ് ആയിട്ട് അപ്പൊ രാവിലെ എഴുന്നേക്കാനും നല്ല ലേറ്റായി. സച്ചുവിന്റെ സ്കൂൾ ബസ് മിസ്സായി. അലാറം ഓഫ് ചെയ്ത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് എഴുന്നേക്കാന്ന് വിചാരിച്ചതാണ്. പിന്നെ എഴുന്നേക്കുന്നത് 7:30 കേട്ടോ. അങ്ങനെ നേരെ സച്ചുവിനെ സ്കൂളിൽ വിട്ട് വന്നിട്ടുള്ള എന്റെ ഫസ്റ്റ് പണിയാണ് കേട്ടോ അത്. ഫാൻ ക്ലീൻ ചെയ്യാന്നുള്ളത് കുറച്ച് നാളായിട്ട് BP ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പണി തന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇത്തിരി ഹൈറ്റ് കയറിയിട്ടുണ്ട്. അപ്പം തല കറങ്ങുമായിരുന്നു. അതുകൊണ്ട് ഈ വർക്കൊക്കെ പെൻഡിങ് വെച്ചേക്കുമായിരുന്നേ. പക്ഷെ ഇനി ഇത് തുടച്ചിട്ടില്ലെങ്കിൽ നല്ല പണി കിട്ടുമെന്ന് മനസ്സിലായപ്പോൾ ഞാൻ വിചാരിച്ചു കയറി തുടച്ചേക്കാന്ന്. അപ്പം ഞാൻ ഫാൻ ക്ലീൻ ചെയ്യുന്ന ഒരു മെത്തേഡൊക്കെയാണ് കേട്ടോ ഇത്. ഇതെല്ലാം കൂടെ പൊടി തട്ടി താഴെ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും പണിക്കുമേൽ പണി ആയതുകൊണ്ട് ഞാനിങ്ങനെ ഒരു പില്ലോ കവർ വെച്ചിട്ട് ആ ഒരു ലീഫ് ഫുള്ള് കവർ ചെയ്തിട്ട് തുടച്ചെടുക്കും കേട്ടോ. അപ്പോൾ പൊടിയൊന്നും താഴെ പോവില്ല, നന്നായിട്ട് ക്ലീൻ ആവുകയും ചെയ്യും. അല്ലെങ്കിൽ പൊടി മുഴുവൻ താഴെ പോയിട്ടുണ്ട് പിന്നെ അത് അടിച്ചുവാരി ക്ലീൻ ചെയ്യാന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണി. അങ്ങനെ ഫാൻ ക്ലീൻ ചെയ്തതിന് ശേഷം നേരെ അടുക്കളയിൽ പോയിട്ടോ. അമ്മേനെ അങ്ങനെ വിട്ടിട്ട് വന്നതിൽ എനിക്ക് കുറച്ച് സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ അതിന് ടേക്ക് കെയർ ചെയ്തോളാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. ഇനി വെക്കേഷനിൽ തിരിച്ചു പോവാലോ. അപ്പം ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ വിചാരിച്ചു ദോശ നമ്മുടെ ചപ്പാത്തിക്ക് പകരം ഗോതമ്പ് ദോശ ഉണ്ടാക്കാന്ന്. എനിക്കിഷ്ടമാണ് കേട്ടോ. പക്ഷെ നന്നായിട്ട് ഇത് കലക്കിയെടുക്കാൻ കുറച്ച് പാടില്ല, ഇത് കലങ്ങി കിട്ടില്ലല്ലോ. അങ്ങനെ ഗോതമ്പ് ദോശയൊക്കെ ഏകദേശം നന്നായിട്ട് വന്നു. എപ്പോഴും ഇങ്ങനെ ഒട്ടിയിട്ട് ഇതിങ്ങനെ മുറിഞ്ഞു പോവാറൊക്കെയാണ്. ഇന്ന് ഏതായാലും നല്ല വൃത്തിക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ കഴിക്കാൻ ഞാൻ തക്കാളി കറിയാണ് ഉണ്ടാക്കിയത്. തക്കാളി മിക്സിയിലടിച്ച് തേങ്ങ അതിൻ്റെ കൂടെ തന്നെ അടച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടോ. പിന്നെ ഒന്ന് വറവ് ഇട്ടു. വറവിടാന്ന് പറഞ്ഞാൽ ഒന്ന് താളിച്ചെടുത്തു.